സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ വന്ദേമാതരം ചൊല്ലണമെന്ന് ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ സർക്കാരിൽ ആശയക്കുഴപ്പം. വന്ദേമാതരം പൂർണ്ണമായും ചൊല്ലേണ്ടതില്ല എന്ന് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി. നിലപാടിൽ മാറ്റമില്ല, ഇന്ത്യ മുന്നണിയുടെ നിലപാട് തന്നെയാണ് സംസ്ഥാനത്തും. ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിനെക്കുറിച്ച് അറിയില്ല എന്നും വ്യവസായ മന്ത്രി പറഞ്ഞു. ഞങ്ങൾ ഇതുവരെ ചൊല്ലിയിട്ടില്ലല്ലോ. ഞങ്ങൾ പിന്നെ കോൺഗ്രസിൻ്റെയും UP-ൻ്റെയും ഒക്കെ സാധാരണ ഉള്ള ആ നടപടിയിലുള്ള ആദ്യ ഭാഗം മാത്രമല്ലേ ഇതുവരെ ആരോപിച്ചിട്ടുള്ളൂ. ഞങ്ങളുടെ നയം എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ UP-എ കോൺഗ്രസ് ഒക്കെ എടുത്തു പോരുന്ന UDF എടുത്തു പോരുന്ന നയം തന്നെയാണ്. ബാക്കി നിയമപരമായ കാര്യങ്ങളും ബാക്കിയുള്ളതൊക്കെ ഇനി CM-നോട് സംസാരിച്ചിട്ടൊക്കെ പറയാം. ലോക്ഭവന്റെ നിർദ്ദേശപ്രകാരമാണ് ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയത് എന്ന് മന്ത്രി N. ഷംസുദ്ദീൻ വിചിത്രവാദം ഉയർത്തി. ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് സർക്കാർ തീരുമാനപ്രകാരമല്ലെന്നും ഷംസുദ്ദീൻ പറഞ്ഞു. രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശമാണ്. രാജ്ഭവനിൽ നിന്നൊരു നിർദ്ദേശം കൊടുക്കാൻ പറയുമ്പോൾ പിന്നെ ചീഫ് സെക്രട്ടറി കൊടുക്കേണ്ടി വരില്ലേ? അതാണ് അതിൽ സംഭവിച്ചത്. അല്ലാതെ അത് സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയതോ പുതിയ സംഗതിയോ അല്ല. വന്ദേഭാരതം സംബന്ധിച്ച് വന്ദേമാതരം സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള പിന്നെ നമുക്കറിയാലോ, ഇപ്പോൾ പുതിയ നിയമങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഗവൺമെൻറ് ഇത് പ്രഖ്യാപിച്ച് നൽകിയതല്ല. ഇത് സത്യത്തിൽ രാജ്ഭവനിൽ നിന്ന് വന്ന ഒരു നിർദ്ദേശം, രാജ്ഭവനിൽ നിന്ന് ഗവർണറിൽ നിന്ന് വരുന്ന നിർദ്ദേശം പാസ് ചെയ്യണ്ടേ? അങ്ങനെ വന്നൊരു സംഗതി. വന്ദേമാതരം പൂർണ്ണമായി പാടണമെന്ന ഉത്തരവിനെതിരെ പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുകയും ലീഗിൽ എതിർപ്പുയരുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് മന്ത്രിമാരുടെ പ്രതികരണം. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ വന്ദേമാതരം മുഴുവനായും പാടണമെന്ന കേന്ദ്ര ഉത്തരവിന് സംസ്ഥാന സർക്കാർ വഴങ്ങുന്നുവെന്ന സൂചന വന്നതോടെയാണ് ഇത് വിവാദമായത്. 6 ചരണങ്ങളും ചൊല്ലണമെന്ന് കാണിച്ച് ചീഫ് സെക്രട്ടറി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കത്തയച്ചതാണ് ഇതിന്റെ തുടക്കം. അർജുൻ രാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. അർജുനിലേക്കാണ്. അർജുൻ, എന്തായാലും വന്ദേ മാതരത്തെ ചൊല്ലി വലിയ വിവാദം ഇനി ഈ സ്വാതന്ത്ര്യ ദിനം വരെ ഇത്തരത്തിൽ കൊഴുക്കുകയും ചെയ്യും. ഇതിൽ ഈ സംസ്ഥാന സർക്കാർ ഇത് പൂർണ്ണമായും ആലപിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ ആ വഴിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള വലിയ തരത്തിലുള്ള വിമർശനം ഉയർന്നു. അതിനിടയിലാണ് ഇപ്പോൾ ലീഗ് മന്ത്രിമാർ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ എതിർപ്പുന്നയിക്കുകയും ചെയ്യുന്നത്. ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നീക്കം ഏത് രീതിയിലായിരിക്കും? ചീഫ് സെക്രട്ടറിയുടെ തലയിൽ വെച്ച് ഒഴിയാനാണോ ശ്രമം? എന്താണ് വിവരങ്ങൾ? ഇക്കാര്യത്തിൽ സ്വാതി, സർക്കാർ ഇനി എന്ത് ചെയ്യും, എന്ത് മറുപടി പറയും എന്നുള്ളത് തന്നെയാണ് അറിയേണ്ടത്. 2 ലീഗ് മന്ത്രിമാരാണ് ഇന്ന് ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകിയത്. അതാണെങ്കിൽ രണ്ടും 2 അഭിപ്രായമാണ് എന്ന നിലയ്ക്കാണ് പറയേണ്ടി വരിക. ഇത് ഗവർണർ നൽകിയ അല്ലെങ്കിൽ ലോക്ഭവനിൽ നിന്ന് നൽകിയിട്ടുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു കത്ത് ചീഫ് സെക്രട്ടറി നൽകിയതെന്ന വിചിത്രവാദമാണ് ഇന്ന് മന്ത്രി N. ഷംസുദ്ദീൻ ഉന്നയിച്ചത്. അത് ആദ്യഘട്ടത്തിൽ തന്നെ തെറ്റാണ് എന്ന് നമുക്ക് ആ കത്ത് വായിച്ചാൽ ബോധ്യപ്പെടും. അതായത് ചീഫ് സെക്രട്ടറി നൽകിയ കത്തിൽ വ്യക്തമായി പറയുന്നത് വന്ദേ മാതരം പൂർണ്ണാർത്ഥത്തിൽ എന്താണോ കേന്ദ്ര സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ളത് അത് അങ്ങനെ തന്നെ പാലിക്കപ്പെടണം എന്നുള്ളതാണ് ചീഫ് സെക്രട്ടറി നൽകിയിട്ടുള്ള കത്തിൽ പറയുന്നത്. അത് ലോക്ഭവനിൽ നിന്ന് നൽകിയിട്ടുള്ള ഏതെങ്കിലും നിർദ്ദേശത്തിന്റെ പുറത്തല്ല എന്നുള്ളത് ആ കത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അത് ഇങ്ങനെ ഒരു നിർദ്ദേശം പാസ് ചെയ്തതാണ് എന്നുള്ള ഒരു ഒഴുക്കൻ മട്ടിലുള്ള മറുപടിയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതേസമയത്ത് നിലപാട് പറയുകയാണ് P.K. കുഞ്ഞാലിക്കുട്ടി ചെയ്തത്. 2 വരിയാണ് മുൻപൊക്കെ ചൊല്ലിയിരുന്നത്. അതാണ് കോൺഗ്രസിന്റെ നിലപാട്, അതാണ് UDF-ന്റെ നിലപാട് എന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ സംസ്ഥാനത്തിന്റെ ഉദ്യോഗസ്ഥ തലത്തിലെ മേധാവിക്ക് എങ്ങനെ സർക്കാരിനെ ഭരിക്കുന്ന മുന്നണിയുടെ നയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരം ഒരു നിലപാട് എടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. അത് ചീഫ് സെക്രട്ടറിയുടെ മാത്രം ഉത്തരവാദിത്വം അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ കഴിയുന്ന സാഹചര്യമല്ല വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനും ലീഗിനുമൊക്കെ ഉള്ളത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തൊക്കെ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ അതിനെയൊക്കെ വലിയ രീതിയിൽ വിമർശിക്കുകയും RSS വിധേയത്വം എന്നുമൊക്കെ വിമർശിക്കുകയും ഒക്കെ ചെയ്തവരാണ് ലീഗും കോൺഗ്രസും ഒക്കെ. അവരാണിപ്പോൾ കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് കോൺഗ്രസ് തന്നെ പറയുന്ന ഒരു നിലപാടിനെ, ഒരു തീരുമാനത്തെ ഇതുപോലെ അംഗീകരിക്കുന്നത്. ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം അല്ലെങ്കിൽ പ്രതിസന്ധി എന്ന് പറയുന്നത് ആഗസ്റ്റ് 15-ന് തദ്ദേശ സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ വന്ദേമാതരം പൂർണ്ണമായും ചൊല്ലണം എന്നുള്ള നിർദ്ദേശമാണ് ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. തദ്ദേശ സ്ഥാപന
സ്ഥാപനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഫീസുകൾ, ഇവിടെയൊക്കെ ഈ വന്ദേമാതരം പൂർണ്ണമായും ചൊല്ലുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന നിലപാട് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവാകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടി വരും. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഔദ്യോഗിക പരിപാടിക്കകത്ത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ എന്ന നിലയ്ക്കല്ല ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശമുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങൾ ആഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ വന്ദേമാതരം പൂർണ്ണമായും ചൊല്ലണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെയൊക്കെ നിലപാട്. ദേശീയ തലത്തിൽ തന്നെ നമുക്കറിയാം, ഇത് രാജ്യത്തെ പൊതുവായി ഉൾക്കൊള്ളുന്ന വരികളല്ല അതിന്റെ താഴേക്ക് പോകുന്നത്. അത് ഹൈന്ദവ ദൈവങ്ങളെ പ്രകീർത്തിക്കുന്ന അല്ലെങ്കിൽ ആ ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പരാമർശിക്കുന്നതാണ്. അത് രാജ്യത്തിന്റെ പൊതു സ്വഭാവത്തെ ഉൾക്കൊള്ളുന്ന രീതിയിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ ചൊല്ലേണ്ടതില്ല എന്ന് പ്രമേയം പാസാക്കിയ, ഏതോ കാലത്ത് പ്രമേയം പാസാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ്. അങ്ങനെ ഒരു പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് അത് മുഴുവൻ ചൊല്ലണമെന്ന് കേന്ദ്ര സർക്കാർ നിഷ്കർഷിക്കുന്നു. അത് അതേപടി ഏറ്റു ചൊല്ലുന്നു ചീഫ് സെക്രട്ടറി എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി എന്ത് പറയും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ത് പറയും എന്നാണ് ഇനി അറിയേണ്ടത്. ഓക്കെ അർജുൻ